എൻ്റെ പൊന്നു മക്കളെ, മച്ചിത്ത മൽഗത പ്രാണ എന്ന് വെച്ചാൽ പശുവിൻ്റെ പാൽ നമ്മൾ കുടിക്കുന്നു, എന്നാൽ നമ്മുടെ പാൽ പശു കുടിക്കുന്നില്ല. കരയച്ചമാം നിത്യാം പദ, മരം വെട്ടുകാരൻ മരത്തെ വെട്ടുന്നു, എന്നാൽ മരം വെട്ടുകാരനെ വെട്ടുന്നില്ല. സ്വച്ഛന്തിചാരമന്തിചാനഹതം എന്ന് വെച്ചാൽ സ്വിച്ച് ഇട്ടാ ലൈറ്റ് കത്തും, എന്നാൽ ലൈറ്റ് ഇട്ടാ സ്വിച്ച് കത്തുന്നില്ല. ഈ തത്വങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാം. ഇനി നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല എങ്കിൽ പേടിക്കണ്ട. നിങ്ങളെ ജീവിതത്തിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നത്. നമ്മൾ പുതിയൊരു ബാച്ച് തുടങ്ങുന്നുണ്ട് മക്കളെ, LTCയുടെ ഒരു ഫൗണ്ടേഷൻ ബാച്ച്. അതായത് PSCയിലേക്ക് കടന്നു വരുന്ന കുറച്ച് കുട്ടികളുണ്ടാവും അല്ലെ, ഗവൺമെൻറ് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഡിഗ്രിയും +2 10th ഒക്കെ കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാച്ചാണ് ഫൗണ്ടേഷൻ ബാച്ച്. 1 year വാലിഡിറ്റി ഉള്ള വെറും 1999 മാത്രമേ ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നുള്ളൂ. സെപ്റ്റംബർ 10 നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മക്കളെ. ഇനി നിങ്ങൾക്ക് ഇത് പോരാ, നിങ്ങൾ ഓൾറെഡി എന്താണ് ഫൗണ്ടേഷനൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെയും ഞാൻ രക്ഷപ്പെടുത്തും എൻ്റെ കൂട്ടുകാരെ. നോക്കണം, നമ്മൾ ബെഫ്കോ LTC VFA ഒരു എക്സാം ഓറിയൻറ്റഡ് ബാച്ച് ഉണ്ട്. അതും സെപ്റ്റംബർ 10 തന്നെയാണ്. 1999 തന്നെയാണ് ഇതിൻ്റെയും കോഴ്സ് ഫീ വരുന്നത്. സോ ഇനി ഞാൻ എന്തിനാ വന്നത്? നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇനി എൻ്റെ ഏരിയ, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഏരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് വരിക, എങ്ങനെയാണായിരിക്കണം അതിൻ്റെ അപ്രോച്ച്, ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഗ്രാമറാണ് എല്ലാവർക്കും ആദ്യം മനസ്സിൽ വരുന്നത്. ആക്ച്വലി അങ്ങനെയല്ല, ഡബിള്. കാരണം എന്താണ്, 2 കാര്യങ്ങളുണ്ട്. ഗ്രാമർ ഉണ്ട്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമാണ് വൊക്കാബുലറി. എന്തുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ 2നും ഒരേ മാർക്കാണ്. ടോട്ടൽ 10 മാർക്കാണെങ്കിൽ 5 മാർക്ക് ഗ്രാമറിൽ നിന്നും 5 മാർക്ക് വൊക്കാബുലറിയിൽ നിന്നും ചോദിക്കും. അപ്പൊ കൃത്യമായിട്ട് ഈ 2നെയും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഗ്രാമറിൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് വൊക്കാബുലറിയിൽ വരിക, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ അപ്രോച്ച്, ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ആദ്യത്തേത് നമ്മുടെ 5 മാർക്ക് വരുന്ന ഗ്രാമർ ഏരിയയിൽ നിന്നാണ്. നോക്കണം, നിങ്ങൾ ആദ്യം സെന്റൻസ് ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യുക, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ദെൻ പാർട്ട് ഓഫ് സ്പീച്ച്, ദെൻ കോൺകോഡ്, സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ആർട്ടിക്കിൾസ് ഉണ്ട്. പ്രൈമറി മോഡൽ ഓക്സിലറി വേർബ്സിനെ കുറിച്ചിട്ട് നമ്മൾ അറിയണം. ക്വസ്റ്റ്യൻ ടാഗുകൾ മക്കളെ, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, ടെൻസസ്, കണ്ടീഷണൽ സെന്റൻസ്, പ്രപ്പോസിഷൻസ് ഉണ്ട്. കറലേറ്റീവ് കൺജങ്ഷൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. റിപ്പോർട്ടിംഗ് സ്പീച്ച്, ആക്റ്റീവ് പാസീവ് വോയിസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ദെൻ അവസാനം കറക്ഷൻ ഓഫ് സെന്റൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമ്മൾ എങ്ങനെയാ ഗ്രാമറിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുക? നമ്മൾ വെറുതെ വായിച്ചു പോയാൽ മതി അല്ല, അല്ല. കൃത്യമായിട്ട് നമ്മൾ A+B² = A² + 2AB + B² എന്ന് പറയുന്നത് പോലെ കൃത്യമായിട്ട് നമ്മൾ റൂൾസ് മനസ്സിലാക്കണം. റൂൾസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായിട്ട് ഇതിങ്ങനെയാണ്, അതുകൊണ്ട് ഇതാണ് അവിടെ വരിക അല്ലെ, ഇതൊരു വലിയൊരു ഇതാണ് എന്നൊക്കെ പറയുന്നത് പോലെ കൃത്യമായിട്ട് നിങ്ങൾ റൂൾസ് മനസ്സിലാക്കി വെക്കണം. സോ ഇതാണ് ഗ്രാമറിന്റെ അപ്രോച്ച് വരുന്നത്. അടുത്തത് വൊക്കാബുലറി, ഒരു വാസ്റ്റ് ഏരിയ ആണ്, 5 മാർക്കാണ്, ഞാനത് നോക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിടരുത്. കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സിംഗുലർ പ്ലൂറൽ പഠിക്കാനുണ്ട്, ജെൻഡറിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. ജെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ മാസ്കുലിൻ ഫെമിനിൻ ജെൻഡർ ആണ് കേട്ടോ. ദെൻ കളക്റ്റീവ് നൗൺസ് ഉണ്ട്, പ്രീഫിക്സ്, സഫിക്സ്, കോമ്പൗണ്ട് വേർഡുകൾ, ആന്റണിം, സിനണിം, ഫ്രേസൽ വേർബുകൾ, ഫോറിൻ വേർഡ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ, കൺഫ്യൂസ്ഡ് വേർഡ്സ്, സ്പെല്ലിങ്സ്, ഇഡിയംസ്. അതിൻ്റെ കൂടെ നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് അബ്രീവിയേഷനും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ സിലബസിന്റെ ഭാഗമാണ്. സോ ഇതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. സോ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, ക്ലാസ്സുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. രണ്ടാമത്തെ കേസ് പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷിൽ ഒരു ചൊല്ല് പറഞ്ഞുതരാം. യു ഡോണ്ട് ലേൺ സ്വിമ്മിങ് ബൈ റീഡിങ് അബൌട്ട് വാട്ടർ. വെള്ളത്തെ കുറിച്ചിട്ട് വായിച്ചത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് നീന്തം പഠിക്കില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഈ MCQs നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. MCQs ഇൻ ദ സെൻസ് ദാറ്റ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യത്തിന്. കാരണം നിങ്ങൾ റീസെൻ്റ് ആയിട്ട് നടന്ന പരീക്ഷകളിലൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുകയാണ്,
ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക, റൂൾസ് കാര്യങ്ങൾ, വൊക്കാബുലറി കാര്യങ്ങൾ, അതിൻ്റെ കൂടെ PYQ പ്രാക്ടീസും കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് 10ൽ 10 മാർക്ക് നേടിയിട്ട് ഇംഗ്ലീഷിൽ പോകാൻ മക്കളെ. 10ൽ 10 മാർക്ക്. ഇനി ചില ആളുകളുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് തീരെ തലയിൽ കയറൂല, എത്ര പറഞ്ഞാലും എനിക്ക് കയറൂല. അങ്ങനെ വിചാരിക്കുന്ന ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെറുതെ വിടാൻ പറ്റില്ല. അവരെയും നമുക്ക് എന്ത് ചെയ്യണം, രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷും മലയാളവും ഒന്നും ഇല്ലാത്ത PSCയുടെ ഒരു പരീക്ഷയാണ് LGS. അപ്പോൾ നമ്മൾ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടൊരു ബാച്ച് ഉണ്ട്. അത് നമ്മൾ സെപ്റ്റംബർ 15-നാണ് ആരംഭിക്കുന്നത്. 1499 രൂപയാണ് കോസ്റ്റ് ഫീ വരുന്നത്. സോ ഈ ബാച്ചുകളൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ബാച്ചുകളെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞു. ആ ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നിങ്ങളെ കുറിച്ചിട്ട് ഹൂ കെയേഴ്സ് എന്ന് നിങ്ങൾക്ക് ചോദിക്കരുത്. കാരണം I care, we care, Xylem cares. അപ്പോൾ നിങ്ങൾ കയറി വന്നോളൂ.